ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കരിമംഗലി അകറ്റാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് ചെയ്യുന്നതോടൊപ്പം ചെറിയൊരു എക്സസൈസ് കൂടി ചെയ്യുക, അത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടി സെലക്ട് ചെയ്യുക. പിഗ്മെൻറ്റേഷനും അതുപോലെ കരിമംഗല്യവും മാറാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഇരട്ടിമധുരമാണ് ആദ്യം വേണ്ടത്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഇരട്ടിമധുരം. അതിൻ്റെ സ്വാദം എന്ന് പറയുന്ന മധുരത്തിനേക്കാളും കൂടുതൽ നേരം നാവിൽ തങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇരട്ടിമധുരം എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ചിഷ്ട പൊടിയാണ്. ഇത് രണ്ടും നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടുന്നതാണ് കേട്ടോ. ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണിത്. ആയുർവേദത്തിൽ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് മഞ്ചിഷ്ട. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും വാങ്ങിക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് പാലാണ്. അതായത് ഈ പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും പാല് കുടിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ സ്കിൻ കെയർ ബെനിഫിറ്റ്സ് കൂടി അറിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. അത്രയും ഗുണങ്ങളുണ്ട് അതിന്. ഡാർക്ക് സ്പോട്ടും അതുപോലെ കരിമംഗല്യം പോലുള്ള പിഗ്മെൻറ്റേഷൻസും ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. പാലിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡാണ് അതിന് സഹായിക്കുന്നത്. അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ലൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനായിട്ടും പാല് ഗുണകരമാണ്. അടുത്തതായിട്ട് നമുക്ക് 2 ഡ്രോപ്സ് കുങ്കുമാതി തൈലം ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് റിസൾട്ട് ഇരട്ടിയായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങി വരുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. കരിമംഗലി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അമിതമായിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊള്ളുന്ന സമയത്ത് കൂടുതലായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ ആ ഒരു കാലയളവിൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഫേസിലുണ്ടാകുന്നത് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പുറത്തിറങ്ങുന്ന അവസരത്തിൽ സൺസ്ക്രീൻ കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുങ്കുമാതി തൈലം ഉണ്ടെങ്കിൽ അത് 2 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കിടക്കുക. അപ്പോൾ അതും ഈ പറയുന്ന കരിമംഗല്യം വരാതിരിക്കാനായിട്ടും ഉള്ളവർക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാഴ്ച കൊണ്ടൊന്നും മാറുന്നതല്ല കരിമംഗല്യം. അതൊരു മനസ്സിലാക്കിയിട്ട് കുറച്ച് റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഉപയോഗിക്കുക. ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, അല്ലാതെ ഈ വരുന്ന പ്രോബ്ലം ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇത് അവൈലബിൾ അല്ലാത്തവർക്ക് ഓട്സ് പൊടിച്ചതും അതുപോലെ തന്നെ ബദാമും ഇത് രണ്ടും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കറ്റാർവാഴ നീരിൽ മിക്സ് ചെയ്തതിന് ശേഷം കരിമംഗല്യമുള്ള പാട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് കഴുകിക്കളയുക. ആ ഒരു രീതിയിൽ ചെയ്യുന്നതും കരിമംഗല്യം മാറാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അതുപോലെ പഴുത്ത പപ്പായ നമ്മൾ ഉടച്ചതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ചർമ്മത്തിന് തിളക്കവും നിറവും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാനായിട്ടും അതുപോലെ തന്നെ കരിമംഗല്യം വരാതിരിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഉപയോഗിക്കേണ്ട ഫേസ് പാക്ക് കണ്ടല്ലോ. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ വായിൽ വെള്ളം കൊള്ളുന്ന പോലെ കവിള് വീർപ്പിച്ച് പിടിക്കുക. പിന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് പിടിക്കുക, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പിടിക്കുക. ഞാൻ കാണിച്ചു തരാം. കാണുമ്പോൾ ചിരി വരുമെങ്കിലും ഇതേപോലെ ഓരോ സൈഡിലും പിടിച്ചിട്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കാനായിട്ടും നമ്മുടെ കരിമംഗല്യത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.